ഒരു മൂവ്മെൻറ്റ് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാത്തത് പണമാണ് ആവശ്യം എന്നുള്ളതാണ്. മുഖ്യമന്ത്രികളായ ഏത് മനുഷ്യനും പൊട്ടിക്കരയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. TV തുറന്നാൽ അതേ നമുക്ക് കാണാനുള്ളൂ. അതുകൊണ്ട് ആ ദുഃഖത്തിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാം. അകാലത്ത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ആ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബാഷ്പാഞ്ജലി അർപ്പിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതിലൂടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത വളരെ മാതൃകാപരമായ ഈ അനുസ്മരണത്തിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട്, ഇതുപോലുള്ള സന്ദർഭത്തിലാണ് ഒരേ മനസ്സ്, ഒരേ വാക്ക്, ഒരേ നീക്കം ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. സത്യം പറഞ്ഞാൽ വയനാട് ഈ ദുരന്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭവനങ്ങളില്ല, അവരെവിടെ താമസിച്ചു എന്നുള്ളതിൻ്റെ ലാൻഡ്മാർക്ക് പോലുമില്ല. ആ പ്രദേശത്തിൻ്റെ രൂപവും ഭാവവും മാറി. കയ്യിൽ കിട്ടിയതെല്ലാം കൊണ്ട് ഓടി പ്രാണൻ രക്ഷിക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരാലംബരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള നിരാലംബരെ സഹായിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഏത് നടപടിയോടും നമുക്ക് പൂർണ്ണമായി യോജിക്കണം. ഇന്നിപ്പോൾ 8 മണിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഗൂഗിൾ മീറ്റ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ മീറ്റിൽ KPCC എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് ഒരു അറിയിപ്പുണ്ടാകുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാ ആളുകളുടെയും അറിവിന് വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുകയും അതോടൊപ്പം 1 മാസത്തെ ശമ്പളം ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ വ്യക്തിപരമായി തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. തന്നാലാകാവുന്നതെല്ലാവർക്കും, ഓരോ ആളുകൾക്കും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ദുരന്തത്തിനിരയായിട്ടുള്ള സാധുക്കളായിട്ട് ആളുകളുടെ സഹായത്തിന് വേണ്ടി എത്തിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ മുന്നിട്ടിറങ്ങണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.